ഹലോ അസ്സാം വലൈക്കും. ഇതാണ് എല്ലാവരും വിശേഷം. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു സ്രാവ് കറി എങ്ങനെ വെക്കുക എന്നുള്ളതിന് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത് കേട്ടോ. കാശ്മീരി ഇടുന്നവർക്ക് ഇടാം. ഒരു വലിയ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതേപോലെ മല്ലിപ്പൊടി കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇത് നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ, ചെറിയ തീയിൽ വെച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. തീരെ സ്ലോവിൽ വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. മിക്സിയുടെ ജാറിൽ ഇട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾക്ക് കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം ഞാൻ അതിനൊരു മൺകലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണ സ്രാവ് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി മുറിച്ചെടുത്തത്, 3 പച്ചമുളക്, അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ചുവന്നുള്ളി ഇട്ടാൽ ചുവന്നുള്ളി ഒന്നും കൂടി കൂടുതലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ചുവന്നുള്ളി കഴിഞ്ഞിരിക്കണ്. 2 ചെറിയ കുടംപുളി ഇട്ടാ. അതേപോലെ ഇതിലേക്ക് മെയിനായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ, തേങ്ങാക്കൊത്ത്. അപ്പോൾ തേങ്ങാക്കൊത്ത് എന്തായാലും സ്രാവ് കറിയിൽ ഇട്ടിട്ട് നിങ്ങളൊന്ന് വെച്ച് നോക്കിട്ടാ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു പിടി തേങ്ങാക്കൊത്തിട്ടാ. നമ്മൾ ചൂടാക്കി എടുത്തിട്ട് മുളക് മല്ലി മഞ്ഞളും കൂടി ചൂടാക്കിയില്ലേ, അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്ര വെള്ളം വേണമെന്ന് വിചാരിച്ചാൽ മീനിൻ്റെ മുകളിലായിട്ട് വെള്ളം നിൽക്കണം കേട്ടോ, അത്രയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാൻ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും ഇടണ്ട കേട്ടോ. തേങ്ങയിൽ നന്നായി നമ്മൾ ഒരു 1/4 മുറിയോളം തേങ്ങ വേണ്ടുള്ളൂ. തേങ്ങ കൂടരുത് കേട്ടോ. ഈ തേങ്ങ വറുത്തത് നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ 2-3 പ്രാവശ്യം അരച്ചെടുക്കണം കേട്ടോ. 1 ടീസ്പൂൺ കൊണ്ട് തട്ടി കൊടുത്തിട്ട് 3 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുക. നമ്മൾ തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും ഇല്ലാതെ തന്നെ നന്നായി അരച്ചെടുക്കുക. അപ്പം അതിൻ്റെ മെഴുക്കൊക്കെ നന്നായി കറിയിലാവും. അപ്പോൾ നമ്മൾ മീൻ ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നന്നായി പൊടിച്ചെടുത്തതുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ചുടുവെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. നമ്മളെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്രാവ് എപ്പോഴും കിട്ടുന്ന സാധനമില്ലല്ലോ, കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് സ്രാവ് കറി വെച്ച് നോക്കിട്ടാ. നല്ല ടേസ്റ്റി കറിയാണ് കേട്ടോ. നിങ്ങൾ വെച്ച് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. പുളി നമ്മൾ നോക്കിയിട്ട് നമുക്ക് പുളി കുറച്ച് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്കൊരു കുടംപുളിൻ്റെ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. കുടംപുളി ഇട്ടിട്ട് തന്നെ ഇത് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ കറി അത്യാവശ്യത്തിനുള്ള വറ്റലൊക്കെ ആയിട്ട് മെഴുക്കൊക്കെ മുകളിൽ പാകി നിൽക്കുന്നുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ കാര്യമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. വറുത്തരച്ച തേങ്ങയുടെ മെഴുക്കാണ് അതിലുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സ്രാവ് കിട്ടിയ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.